എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പ്രവഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ മുൻവശത്ത് കൊണ്ടാരും നിക്ഷേപിക്കുകയോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് എനിക്ക് തന്നെ ഒരിതില്ല. പക്ഷെ അത് ആ നെഗറ്റീവ് എനർജി കണ്ടെത്താനുള്ള നമുക്ക് പെൻഡുലം ശാസ്ത്രം കൊണ്ട് കണ്ടെത്താം. പെൻഡുലം കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് എവിടെ കിടക്കുന്നു നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചില ആൾക്കാർക്ക് ഇത് കൊടുക്കുമെന്ന് പറയും, കൈവിഷം കൊടുക്കുമെന്ന് പറയും. കൈവിഷം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കൈവിഷം 2 തരത്തിലുണ്ട്. അതായത് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള ആഹാരങ്ങൾ ദഹിക്കാതെ കിടക്കുന്ന വസ്തുവായിട്ട് മാറി അതിൽ നിന്നും പ്രശ്നങ്ങളുണ്ടാവാം. അതൊരു കൈവിഷമാണ്, അത് കൈവിഷത്തിൽ പെടുന്നതാണ്. അല്ലാതെ തന്നെ നമ്മളിലേക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തി നമുക്ക് ഇത് ചെയ്തിട്ട് ഭസ്മമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതും കൈവിഷമായിട്ട് ഭവിക്കാം. കൈവിഷം എന്ന് പറയുന്നത് അത് ആചാര്യന്മാർ പറയുന്നത് തന്നെ കൈവിഷം എന്നാണ് എന്താ പറയുന്നത്. കൈവിഷം തന്നിട്ടുണ്ടെങ്കിൽ കൈവിഷം എന്താ പറയുന്നത്. പക്ഷേ ഈ സയൻസ് ഇത്രയും പുരോഗമിച്ച സ്ഥിതിയിലെന്ന് പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആഹാരത്തിലൂടെ ഉണ്ടാവാം. അല്ലാതെ ഒരു ദേവൻ്റെയോ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ ചെന്നിട്ടോ ഇല്ല എനിക്ക് എൻ്റെ ശത്രുവാണ് മറ്റവൻ, അവനെ അപകടം വരുത്തണേ ഇല്ലെങ്കിൽ അവനെ കൊലക്കൊടുക്കണേ എന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് നമുക്ക് പറയാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ ഫലം നമുക്ക് തിരിച്ചേ അനുഭവിക്കുള്ളൂ. നമുക്ക് നല്ലത് വരുത്തുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. വേറൊരുത്തിന് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ വാതിൽക്കലും ചെന്ന് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം അത് ക്രിയ ചെയ്യുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലെ ക്രിയ ചെയ്ത് കൊടുക്കുന്നത് സംഭവമുണ്ട്. ഇങ്ങനെ ക്രിയ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. അങ്ങനുണ്ട്. അപ്പൊ പിന്നെ പെൻഡുലം ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അല്ല, ഈ പെൻഡുലം ശാസ്ത്രം അത് മാത്രമല്ല, പിന്നെ പെൻഡുലം ശാസ്ത്രം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ തന്നെ കാണാതായ വസ്തുവിനെ കുറിച്ച് കണ്ടുപിടിക്കുക. കാണാതായ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എക്സാമ്പിൾ, നമുക്കൊരു മോതിരം കാണാതെ പോയി, ഇല്ല അതെവിടെ കിടക്കുന്നു, അല്ലെ ആരെങ്കിലും പിടിച്ചിട്ട് പോയോ, അങ്ങനെ സംഭവം. അങ്ങനെ നമ്മുടെ സുഹൃത്തിന്റെ ഇതുപോലെ സംഭവം ഉണ്ടായി, അങ്ങനെ എടുത്തു കൊടുത്തായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അടുത്ത വീട്ടിൽ നിന്നൊരു മാലയോ അങ്ങനെ ഉണ്ടായത് കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടെത്തിയിട്ടില്ല ഇത്. പക്ഷെ അത് എടുത്തോണ്ട് പോയ ഒരാള് അവിടെ, അതെ, 4 പേര് സ്ഥിരം അവിടെ വന്നു ഒരാളിൽ നിന്ന് അത് കണ്ടെത്താം. പക്ഷെ അത് ആളെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പൊ അത് 4 പേരോടെ സ്ഥിരം വരുന്നവരുണ്ട്. ശരിയാണ്, അവൻ പറഞ്ഞാലും ശരിയാ, 4 പേരോടെ സ്ഥിരം വരുന്നവരുണ്ട്. പക്ഷെ അതിൽ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു. ഒരാളുടെ കൈവശമുണ്ട്. നമ്മുടെ ഈ കൂടോത്രം എന്ന് പറയുന്ന സംഭവം ചെയ്തു കഴിഞ്ഞാല് അവരുടെ ആ വീടിന്റെ ഒരു ഭാവം എല്ലാം വേറൊരു രീതിയിലേക്ക് പോകുന്നു. അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭ്രാന്താലയം പോലൊക്കെ അത് അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണോ ചെയ്യുന്ന അതിന്റെ പവർ അനുസരിച്ചാണ് ആ വീട്ടുകാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് ഏത് ഭാഗത്ത് നിക്ഷേപിക്കുന്നുണ്ട്, എവിടെ കിടക്കുന്നു. അപ്പൊ അത് ചെയ്ത് കൂട്ടുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര എനർജി ആണെങ്കിൽ നമ്മൾ എത്ര പവർഫുൾ ആയിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ചാലും, നമ്മൾ സ്ഥിരം ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണെങ്കിലും നമുക്ക് ആ നെഗറ്റീവ് എനർജി ബാധിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മാനസികമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടായ ചരിത്രങ്ങളുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മയാണ്. അതാണ് ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ഈ പെൻഡുലം ശാസ്ത്രത്തിൽ അങ്ങനെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? തകിടും കൂടും പെൻഡുലം ശാസ്ത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പെൻഡുലം വെച്ച് ഞാൻ 3-4 സ്ഥലത്ത് എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് എനിക്കതൊരു വിപരീത ഫലം ആയപ്പോഴത്തേക്കാണ് ഞാനത് കുറച്ച് നാളത്തേക്ക് ഇപ്പം നിർത്തി വെച്ചിരിക്കുക. എനിക്കൊരു അതേപോലെ വിപരീത ഫലം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് വാസ്തുവിന്റെ അപ്പൊ അവരുടെ 2 മക്കള് ഉമ്മായും പാപ്പയാണ്, മുസ്ലിംസാണ്. അപ്പൊ അവർക്ക് ഇതേപോലെ 2 മക്കള് അച്ഛനെയും അമ്മയും തല്ലും, മക്കള് തല്ലും. അങ്ങനെ അവസ്ഥ മൂത്തപ്പോഴത്തേക്ക് ഇതേപോലെ എന്നെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു, വീടിന്റെ ദോഷമാണോന്ന് നോക്കിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. പിറ്റേ ദിവസം രാവിലെ ചെന്നു. അപ്പൊ രാവിലെ ഞാൻ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് വൈകുന്നേരം ഞാൻ ആ പായക്കുളങ്ങര ആ ഭാഗത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി അവരുടെ വീട്ടിൽ കയറി ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ വരാം, ഇപ്പൊ സന്ധ്യ ആയില്ലേ, രാവിലെ വരാമെന്ന് പറഞ്ഞെങ്കിൽ പോകുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ സ്കെച്ചൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് ഞാൻ പെൻഡുലം വെച്ചിട്ട് വീഡിയോ വെച്ചാൽ നോക്കിയപ്പോഴത്തേക്ക് അടുക്കള ഭാഗത്ത് ശല്യങ്ങളെന്നാണ് ഇത് പറയുന്നത്. നമുക്ക് ഈ കൂടോത്രം ചെയ്തിടുന്നതിന് ശല്യങ്ങളെന്നാണ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ശല്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതവിടെ ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്തി. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും ഭാഗത്തൊന്ന് കുഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഈ പെര അളന്നിട്ട് പെരയുടെ വാസ്തുപരമായ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കുഴിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിറ്റൗട്ടിൻ്റെ അവിടെ വന്നിരുന്നു ഈ പ്ലാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, വീട്ടുകാരൻ വന്ന് പറഞ്ഞു, ഒരു കുപ്പിക്കകത്ത് ഇത് കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയും ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കുഴിപ്പിച്ചു. 8 എണ്ണത്തോളം ആ ഭാഗത്ത് കിട്ടി. അത്രയും ഭാഗത്ത് നിന്ന് 8 എണ്ണത്തോളം കിട്ടി. അപ്പോൾ അത് ആ ഒരു ദിവസം പോയതായിട്ട് എനിക്കറിയാം. പിറ്റേ ദിവസം മുതൽ 7 ദിവസത്തേക്ക് എനിക്ക്
പൊങ്ങാൻ പറ്റിയില്ല. അത്ര ഒരു പവറായിരുന്നു അതിന്. ആണല്ലേ? ശരിക്കും പവറായിരുന്നു. അപ്പോൾ അതെനിക്ക് തിരിച്ച് റിഫ്ലക്ട് ചെയ്തു എന്ന് പറയാം. നമുക്ക് ഉണ്ടാവും. ഉണ്ടാവും, ഓ, എനിക്ക് റിഫ്ലക്ട് ചെയ്തു. ആണല്ലേ? അതിന്റെ ആ ഒരു പവർ ഇതിന് പ്രതിനിധി ചെയ്തില്ലേ? അതെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ പോയപ്പോ ആളിനത് ബാധിച്ചു. അപ്പൊ ഈ നമ്മള് എടുക്കാൻ പോകുന്ന നമ്മളെയും ബാധിക്കും ഈ സാധനം. ബാധിക്കും. അത് പ്രൊട്ടക്ഷൻ വേണം. കാര്യം ഇപ്പം നമ്മൾ പഠിപ്പിച്ചു വരുമ്പോൾ തന്നെ ഗുരുനാഥൻ പറയുന്നതാണ്, നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇറങ്ങി തിരിക്കാവുള്ളൂ. പഠിച്ച സമയത്ത് നമുക്കൊരു ആവേശമായിരുന്നു, ഇത് ശരിയാണോ സത്യമാണോ വിദ്യയാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് എവിടെയൊക്കെ എടുക്കാൻ പറ്റുമോ എടുക്ക പോയത്. അപ്പോൾ ആവേശം കൊണ്ട് പോയതാ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ 7 ദിവസം കിടന്നു. പിന്നെ ഗുരുനാഥനെ തന്നെ വിളിച്ചു വരുത്തേണ്ടി വന്നു, എൻ്റെ ശരീരം മെച്ചപ്പെടുത്തിയെടുക്കാൻ. ഈ